വാല് ചൊറിച്ചിൽ. താൻ മരുന്ന് വാങ്ങി വരണം. വാല് ചൊറിച്ചിലിന് മരുന്നുണ്ട്, പക്ഷേ ഭയങ്കര കയ്പാ. അയ്യോ, അത് പ്രശ്നമാ. പയ്യൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്കാ ഇടി. മരുന്ന് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ ഫലം കുറയുമോ? ഫലമൊന്നും കുറയില്ല, പക്ഷേ കയ്പും കുറയില്ല. മരുന്നകത്ത് ചെല്ലണമെന്നേ ഉള്ളൂ. വെള്ളത്തിലോ തീയിലോ എന്തിൽ വേണമെങ്കിലും കൊടുക്കാം. ഹഹ. മരുന്ന് സൂക്ഷിക്കണം, വേറെ സ്റ്റോക്കില്ല. എന്തിൽ കലക്കും? ഐഡിയ. നല്ല മധുരമുള്ള പഴമാ. പിഴിഞ്ഞ ചാറെടുത്ത് അതിൽ മരുന്ന് ചതച്ചു ചേർത്ത് ഉരുട്ടി കൊടുക്കാം. കയ്പ് മാറിക്കിട്ടും. റെഡി. കുറച്ചെടുത്ത് നാവിൽ വെച്ച് നോക്കാം. ഹയ്യടാ, സൂപ്പർ. കയ്പൻ മരുന്നാണെന്ന് പറയില്ല. സത്യത്തിൽ ഇതിലൊരു ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ടല്ലോ. പിള്ളേർക്ക് മരുന്ന് കഴിക്കാൻ എളുപ്പ വഴി. നിങ്ങളുടെ കുട്ടി മരുന്ന് കഴിക്കുന്നില്ലേ? കുട്ടിയും മരുന്നുമായി സൂത്രനെ വന്ന് കാണൂ. ഫീസ് 2 മീൻ. ഹിഹി, അത് കലക്കും. ബിസിനസിന്റെ കാര്യം ഫേമസ് ആക്കണം. കാട്ടിൽ പറഞ്ഞു പരത്തണം. സൂത്ര, ആ, താ വന്നത് നന്നായി. ദാ, ഇതൊരു മരുന്നാ. ഇത് വച്ചൊരു സൂത്രമുണ്ട്. പുതിയ ബിസിനസ്സാ. അതൊന്ന് പറഞ്ഞു പരത്താൻ തനിക്ക് പറ്റുമോ? എന്താ പറഞ്ഞു പരത്തേണ്ടത്? കുട്ടികൾ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ സൂത്രനെ കാണുക. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഹിഹി, ഇത് ഞാൻ ഏറ്റു. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ബുദ്ധി ആലോചിച്ച് ദാഹിച്ചു. കുട്ടികൾ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ സൂത്രനെ കാണുക. കുട്ടികൾ മരുന്ന്. ഏ, താൻ ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പറഞ്ഞുകൊണ്ട് പാറയിൽ പരത്താനല്ലേ താൻ പറഞ്ഞത്.